അവൻ ഒരു കഴുതയുടെ പച്ച താടിയെല്ല് കണ്ട് കൈ നീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കഴുതയുടെ താടിയെല്ല് കൊണ്ട് കുന്ന് 1, കുന്ന് 2, കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയെല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിച്ച് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ നാം നിലവിളിക്കുമ്പോൾ അവൻ നമുക്ക് മറുപടി നൽകുകയും പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.